എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വന്യ തോമസ് ജോൺ റമ്പാച്ചൻ്റെ ദൈവവിളിയുടെ അനുഭവങ്ങളാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ജില്ലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സെയിൻറ് തോമസ് കാരുണ്യ ഗൈഡൻസ് സെൻ്ററിൻ്റെ കോഓർഡിനേറ്ററും ശ്രീകാര്യം കാരുണ്യ വിശ്രാന്തി ഭവൻ ഡയറക്ടറുമാണ് വെരി റെവറൻ ഫാദർ തോമസ് ജോൺ റമ്പാൻ. കൊല്ലം ജില്ലയിലെ പത്തനാപുരം പട്ടാഴി പന്തപ്ലാവ് പുത്തൻവിളയിൽ ജോൺ അന്നമ്മ ദമ്പതികളുടെ 5 മക്കളിൽ 4-മനായി ജനനം. പാണ്ടിത്തിട്ട LPS, താമരക്കുടി SVHS ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. ഞാൻ ജനിച്ചതും വളർന്നതും കൊല്ലം ജില്ലയിലെ പട്ടാഴി എന്ന ഗ്രാമത്തിലെ പന്തപ്ലാവ് എന്ന ഒരു ചെറിയ പ്രദേശത്താണ്. അവിടെ ജോൺ അന്നമ്മ ദമ്പതികളുടെ 5 മക്കളിൽ 4-മനായി ജനിച്ച് വളർന്നു. പാണ്ടിത്തിട്ട LP സ്കൂളിലും താമരക്കുടി ഹൈസ്കൂളിലുമായി എൻ്റെ വിദ്യാഭ്യാസം. പിന്നീട് കൊട്ടാരക്കരയിൽ പ്രീ ഡിഗ്രിയുടെ അവസാന ബാച്ച് വിദ്യാർത്ഥിയായി പഠനം പൂർത്തീകരിച്ചു. ഇക്കാലയളവിൽ എൻ്റെ മാതൃദേവാലയമാകുന്ന പന്തപ്ലാവ് സെൻറ് മേരീസ് പള്ളിയിലെ ആൾട്ടർ ബോയിയായി ആ ദേവാലയത്തിലെ ആരാധനകളിലും ശുശ്രൂഷകളിലും നിറപടിയായി സംബന്ധിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ആ ഇടവകയുടെ വികാരിയായിരുന്ന പത്തനാപുരം മൗണ്ട് താബോർ ആശ്രമത്തിൻ്റെ ബഹുമാനപ്പെട്ട മിഖായേൽ എബ്രഹാം അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ദീർഘകാലം അനുഭവിക്കുവാൻ ഇടയായി. ബാല്യത്തിൽ തന്നെ ചെറിയ രോഗങ്ങളും ചില്ലറ പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഞാൻ വളരുമ്പോൾ ഒരു വൈദികനായി തീരണം എന്നെൻ്റെ മാതാപിതാക്കൾക്ക് താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരുന്നു. അതിനൊരു പ്രധാന കാരണം എൻ്റെ പിതൃ സഹോദര പുത്രനും മാതൃ സഹോദരി പുത്രനും വൈദികരാണ്. അവരെ പോലെ വിവാഹിതനായ ഒരു വൈദികനാകണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുകയുണ്ടായി. കാലങ്ങൾ കടന്നുപോയി. +2 എൻ്റെ പഠനകാലത്താണ് തിരുവനന്തപുരത്ത് കാരുണ്യ എന്ന സ്ഥാപനം നടത്തുന്ന വർഗീസ് ജോൺ എന്ന വന്യനായ വൈദിക ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയുടെ ഭാഗമായി എൻ്റെ ദേവാലയത്തിലും എത്തിച്ചേരുന്നു. തിരുവനന്തപുരത്തെ കാരുണ്യ ഗൈഡൻസ് സെൻ്ററിൻ്റെ പ്രധാന പ്രവർത്തകനായ വന്യനായ ഫാദർ വർഗീസ് ജോണാണ് ആ വർഷത്തെ പ്രധാന പെരുന്നാളും അതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ വചന ശുശ്രൂഷയും. അദ്ദേഹം വചന ശുശ്രൂഷയ്ക്കും പെരുന്നാളിനുമായി എത്തി. പെരുന്നാൾ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വികാരിയച്ഛനോട് അദ്ദേഹം ചോദിച്ചു, ഞങ്ങളുടെ ഇടവകയിലെ ഓൾട്ടർ ബോയ്സായിട്ട് ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസവും ഈ കഷ്ടാനുഭാഴ്ചയുള്ള വിശേഷ ദിവസങ്ങളിലുമൊക്കെ ഇവരെല്ലാവരും ശുശ്രൂഷ കുപ്പായം ധരിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ധാരാളം പേര് ശുശ്രൂഷകരായിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഈ വർഗീസ് ജോൺ അച്ഛൻ, അതായത് ഇന്നത്തെ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത, ഞങ്ങളുടെ വൈദികൻ വികാരിയോട് ചോദിച്ച ഒരു ചോദ്യമാണ്, അച്ഛന് ഇത്രയധികം കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇതിലാരെയെങ്കിലും 1-2 പേരെ എനിക്ക് തന്നുകൂടെ എന്ന്. അവർ 2 പേരും ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ ഓൾട്ടർ ബോയ്സ് എല്ലാം ഇങ്ങനെ പാത്രങ്ങളിൽ ഭക്ഷണം എടുത്ത് മാറി അതാത് ഇടങ്ങളിൽ നിന്ന് കഴിക്കുക. ഇവർ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അറിയാതെ ഞാൻ അവരുടെ ഡൈനിങ് ടേബിളിൻ്റെ ഭക്ഷണമേശയുടെ അരികിൽ വരെ എത്തി. ഈ സമയത്ത് ഞാൻ അവിടെ നിന്ന് എന്തോ എടുക്കുകയോ അവർക്കെന്തോ കൊടുക്കുകയോ ചെയ്തു. ഞങ്ങളുടെ വികാരി അച്ഛൻ, ഈ ജോൺസി അച്ഛൻ വർഗീസ് ജോൺ അച്ഛനോട് പറഞ്ഞു, ഇവനോട് ചോദിച്ച് നോക്ക്, ഇവൻ വരുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളാം. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്നൊന്ന് നോക്കിയപ്പോൾ, നിന്നെ അച്ഛന് വേണമെന്ന്, അച്ഛൻ കൊണ്ടുപോകട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഞാൻ കുറച്ച് മാറി നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവരുടെ കൺവെട്ടത്തെങ്ങും ചെല്ലാൻ ശ്രമിച്ചില്ല. പക്ഷേ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്
ഈ വർഗീസ് ജോണച്ചൻ അവിടെയുള്ള കുഞ്ഞുങ്ങളോട് അന്വേഷിച്ചു, മുമ്പേ അച്ഛൻ പറഞ്ഞ ആ മോനെന്തിയെ, ആ മോനെന്തിയെ. അങ്ങനെ എന്നെ വിളിച്ചു, അടുത്ത് നിർത്തി എൻ്റെ പേരും അഡ്രസ്സുമൊക്കെ അദ്ദേഹം കുറിച്ചെടുത്തു. അദ്ദേഹം അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് എനിക്ക് കൃത്യമായ ഇടവേളകളിൽ കത്തുകൾ വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കത്തുകൾ ലഭിക്കുന്നത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു, ഒരു ഗമയായിരുന്നു. കത്ത് കിട്ടിയാലുടൻ മറുപടി അയക്കാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ പക്ഷേ കുറേ കഴിഞ്ഞാണ് മറുപടി അയക്കുന്നത്. പക്ഷേ ഞാൻ മറുപടി അയച്ച് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ കൃത്യമായി എനിക്ക് കത്തുകൾ കിട്ടുമായിരുന്നു. അങ്ങനെ നിർബന്ധപൂർവം ഒരിക്കൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം തിരുവല്ല സൈഡിൽ യാത്ര പോയി തിരികെ വരുമ്പോൾ എൻ്റെ വീട്ടിലൂടെ വന്ന് എന്നെ കൂടെ കൂട്ടി തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. അന്നും ഒരു സന്യാസിയാകണമെന്നോ കാരുണ്യ ഗൈഡൻസ് സെൻ്റർ ഒരു ആശ്രമമാണെന്നോ ഞാൻ അച്ഛനാകാൻ പോവുകയാണെന്നോ യാതൊരു നിശ്ചയമില്ലാതെ എത്തിച്ചേർന്നതാണ്. ആ ഫാദർ വർഗീസ് ജോണിനോടൊപ്പമുള്ള എൻ്റെ ജീവിതമാണ് എന്നെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് ഉയർത്തിയത്. 1995 തിരുവനന്തപുരം സെയിൻറ് തോമസ് കാരുണ്യ ഗൈഡൻസ് സെൻ്ററിൽ ആശ്രമ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ MA, അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൗൺസിലിംഗ് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നിവ കരസ്ഥമാക്കിയതിനു ശേഷം കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിൽ നിന്നും GST ബിരുദം സ്വന്തമാക്കി. കൽക്കത്ത സെരാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BD ബിരുദവും നേടി. 2008 ഇന്നത്തെ നിരണം ഭദ്രാസനാധിപൻ യൂഹാനോന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയിൽ നിന്നും വൈദിക പട്ടം ഏറ്റു. 1995 തിരുവനന്തപുരം കാരുണ്യ ഗൈഡൻസ് സെൻ്ററിലേക്ക് എൻ്റെ താമസം മാറുകയായിരുന്നു. ഏറെ വേദനപ്പെടുന്നവരും നിലവിളിക്കുന്നവരും എൻ്റെ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഒരുപാട് പേരെ കാണുവാനും ഫാദർ വർഗീസ് ജോണിന്, ഇന്നത്തെ ക്രിസോസ്റ്റമോസ് തിരുമനസിന് അവരെ ആശ്വസിപ്പിക്കുന്നതും അവരെ സഹായിക്കുന്നതും അവർക്ക് വേണ്ടതൊക്കെ നൽകുന്നതും കുറേയേറെ കാണുവാനിടയായപ്പോൾ ആ വഴി തിരഞ്ഞെടുക്കണം, ഒരു സന്യാസിയുടെ പാതയിലേക്ക് പോകണം, ഫാദർ വർഗീസ് ജോണിനെ പോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, അവരുടെ വേദനയിൽ പങ്കുകൊള്ളാൻ കഴിയുന്ന ഒരാളായി തീരണം എന്ന ഒരു അതിമോഹമാണ് എന്നെ സന്യാസ ജീവിതത്തിലേക്ക് തിരിപ്പിച്ചത്. കാരുണ്യയിൽ എത്തിച്ചേർന്ന ഞാൻ തൊട്ടടുത്ത വർഷം തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് ചേരുകയും ഡിഗ്രി കംപ്ലീറ്റായി പിന്നീട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ MAയും അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൗൺസിലിംഗ് ഡിപ്ലോമയും കരസ്ഥമാക്കി. പിന്നീട് കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് GSTയും കൽക്കട്ട സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BDയും കരസ്ഥമാക്കി. 2008 ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ വൈദിക സ്ഥാനത്തേക്ക് അഭിവന്ദ്യനായ യൂഹാനോന്മാർ ക്രിസോസ്റ്റമോസ് തിരുമനസിൻ്റെ തൃക്കരങ്ങളാൽ ഉയർത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനത്തിന് കീഴിലുള്ള കടുമാൻകുളം സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് വികാരിയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സെയിൻറ് തോമസ് കാരുണ്യ ഗൈഡൻസ് സെൻ്ററിൻ്റെ മുഖ്യ ചുമതലക്കാരനുമാണ് ഇപ്പോൾ വന്യ തോമസ് ജോൺ റമ്പാച്ചൻ. 95 മുതൽ പഠനത്തിനായി സെമിനാരിയിലും മറ്റും പോകുന്ന കാലം വരെ കാരുണ്യ ഗൈഡൻസ് സെൻ്ററിൻ്റെയും അക്കാലത്ത് പ്രവർത്തനം ആരംഭിച്ച കാരുണ്യ വിശ്രാന്തി ഭവൻ്റെയും അതിനോട് അനുബന്ധിച്ചുള്ള ചെറുതും വലുതുമായ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഒരു എളിയ ശുശ്രൂഷകനായി, ഒരു ബ്രദർ എന്ന നിലയിൽ അതിൽ പങ്കാളിയാകുവാൻ, ഏറ്റവും എളിയ ആളായി അതിൽ പങ്കാളിയാകുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. 2008 വൈദികനായ ശേഷം ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായി തീരുവാനും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി
കാരുണ്യ ഗൈഡൻസ് സെൻറ്ററിൽ താമസിച്ചുകൊണ്ട് കാരുണ്യ ഗൈഡൻസ് സെൻറ്റർ, കാരുണ്യ വിശ്രാന്തി ഭവൻ, കാരുണ്യ സ്നേഹഭോജനം, കാരുണ്യ സൈക്കോ സോഷ്യോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ, കാരുണ്യ സങ്കേതം, കാരുണ്യ കൗൺസിലിംഗ് സെൻറ്റർ, കാരുണ്യ ഹോം കെയർ, കാരുണ്യ കിഡ്സ് കെയർ, കാരുണ്യ കെയർ, ഇങ്ങനെ നിരവധിയായ ഏതാണ്ട് 20-ലധികം ചെറുതും വലുതുമായ പ്രസ്ഥാനങ്ങളിൽ പൂർണ്ണസമയ പ്രവർത്തകനായിരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. 2008 വൈദികനായതു മുതൽ തന്നെ നിരണം ഭദ്രാസനത്തിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിലെ ചെറിയ പള്ളികളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഒരു വികാരിയായി സേവനമനുഷ്ഠിക്കുവാനുമുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. SUT MCH മെഡിക്കൽ കോളേജുകളിലെ എത്തിക്സ് കമ്മിറ്റി മെമ്പർ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ നിലകളിലും സേവനം അനുഷ്ഠിക്കുന്നു. ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്കേറെ സന്തോഷമുള്ളത് ഏത് പ്രവൃത്തിയാണ് എന്ന് ചോദിച്ചാൽ, ഒരു വികാരി എന്ന നിലയിലെ എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ സംതൃപ്തനാണ്. എങ്കിലും അതിനേക്കാൾ ഏറെ എനിക്ക് ഇഷ്ടവും ഏറെ സംതൃപ്തിയും നൽകുന്നത് എളിയവരോട്, പ്രയാസപ്പെടുന്നവരോട്, മറ്റാരും സഹായിക്കാനില്ലാത്തവരോട് പക്ഷം ചേർന്ന് നിൽക്കുമ്പോഴാണ്. കാരുണ്യ ഗൈഡൻസ് സെൻറ്ററിൽ ഞാൻ എത്തിയിട്ട് 2025 30 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ അനേകായിരം ജീവിതങ്ങൾ, നിലവിളിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, ആരും സഹായിക്കാനില്ലാത്തവർ, ആശുപത്രികൾ കൈയൊഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന രോഗികൾ, അവർ നിലവിളിച്ചു കൊണ്ടുവരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിക്കൂലിയില്ല, വാഹനം ക്രമീകരിക്കാൻ കഴിയുന്നില്ല, ഒപ്പം വരാൻ ആരുമില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് ഒപ്പം കൂടുമ്പോൾ, അവർക്കൊരു സഹായമായി തീരുമ്പോൾ ഏറെ സന്തോഷം തോന്നാറുണ്ട്. ഇതൊക്കെ എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് സാധിക്കുന്നത് അനേകരുടെ കൈത്താങ്ങലും പിന്തുണയും ലഭിക്കുന്നത് കൊണ്ടാണ്. മലങ്കര ഓർത്തഡോക്സ് സഭ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധയും ഊന്നലും നൽകുന്ന ഒരു സഭയാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ നേതൃത്വത്തിൽ സഹോദരൻ പദ്ധതിയും, പരിശുദ്ധ ബാവാ തിരുമേനി ബാവ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തുടങ്ങിയ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. കാരുണ്യ സ്ഥാപനങ്ങളുടെ സ്ഥാപകനായിരിക്കുന്ന അഭിവന്ദ്യനായ ഒസ്താദ്യോസ് തിരുമേനി ഏതാണ്ട് 40-ലധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും പങ്കാളികളാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് ഇപ്രകാരമുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. അതിനെ നട്ട് വളർത്തി ഇന്ന് കാണുന്ന പ്രകാരം ഉയർത്തിയതാകട്ടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിവന്ദ്യ യൂഹാനോ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്തയാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ തിരുവനന്തപുരത്ത് തുടങ്ങാൻ പ്രധാന കാരണക്കാരിൽ ഒരാളാണ് അന്ന് സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന, ഇന്ന് വൈദികനായിരിക്കുന്ന, വയോധികനായിരിക്കുന്ന വന്ദ്യനായ TJ അലക്സാണ്ടർ അച്ഛൻ. അദ്ദേഹത്തോടൊപ്പം പിതാക്കന്മാരോടൊപ്പം തിരുവനന്തപുരത്തും സഭയിലാകമാനവുമുള്ള ഈ ദേശത്തെ നല്ലവരായ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ഒരുപാട് പേരുടെ കൈത്താങ്ങലും പിന്തുണയും പ്രോത്സാഹനവും നല്ല ദാനങ്ങളും ഒക്കെ ലഭിക്കുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ നിറപടിയായി കടന്നു പോകുന്നത്. കാരുണ്യ സ്ഥാപനങ്ങളിലെ എളിയ പ്രവർത്തകനായിരിക്കാൻ എനിക്കും സാധിക്കുന്നു. ഒരു വർഷം ഏതാണ്ട് 10,000-ലധികം പേർക്ക് ഇതിൻ്റെ പ്രയോജനം നേരിട്ട് ലഭിക്കുന്നു. ആശുപത്രിയിൽ ഭക്ഷണ വിതരണം 500 പേരിൽ അധികം പേർക്ക് ഓരോ ദിവസവുമുണ്ട്. അതുതന്നെ 365 × 500 എന്ന് കൂട്ടുമ്പോൾ വലിയ ഒരു സംഖ്യയിൽ എത്തിച്ചേരുന്നു എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ സഹായങ്ങൾ, ഇതെല്ലാം ഞാൻ ഒരു ചാനൽ മാത്രമാണ്, കാരുണ്യ ഒരു ചാനൽ മാത്രമാണ്. 4 ഭാഗത്തു നിന്നും എളിയ സഹായങ്ങൾ ഈ കാരുണ്യയിലേക്ക് എത്തിച്ചേരുന്നു. അത് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിൽ ഒരു പരിധിവരെ ഞങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും
സങ്കടപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരും വേദന അനുഭവിക്കുന്നവരും ഏറെയുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? തൻ്റെ ആത്മീയ ഗുരുവും വഴികാട്ടിയുമായിരുന്ന നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ യോഹന്നാൻ മോർ ക്രിസോസ്റ്റമോസ് തിരുമേനി വൈദികനായിരുന്ന കാലത്ത് ആരംഭിച്ചതും നേതൃത്വം നൽകിയതുമായ തിരുവനന്തപുരം ജില്ലയിലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകിയും ക്രിസ്തു സ്നേഹത്തിൽ സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിരവധി കാരുണ്യ പ്രവൃത്തികളും ശുശ്രൂഷകളുമായി ജീവിതം തുടരുകയാണ് വന്യ തോമസ് ജോൺ റമ്പാച്ചൻ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ കാരുണ്യ വിശ്രാന്തി ഭവനോട് ചേർന്ന് വിശ്രാന്തിയിൽ ഏതാണ്ട് 47 പേര് കറക്റ്റായിട്ട് അവിടെ സൈക്കോ സോഷ്യോ റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതേപോലുള്ള നിരവധി പേര് അഭയം ചോദിച്ച് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി പുതിയൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യ സൈക്കോ സോഷ്യോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന പേരിൽ ഏതാണ്ട് അതിനുള്ള സ്ഥലം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഭീമമായ ഒരു തുക, ഏതാണ്ട് 8 കോടിയോളം രൂപയാണ് 200 പേർക്ക് താമസിക്കുവാൻ ആവശ്യമായ ഒരു കെട്ടിടം, അതിനനുബന്ധ സൗകര്യങ്ങൾ, അവരുടെ ക്ലിനിക്ക്, അങ്ങനെ ആദ്യമായതെല്ലാം നിർമ്മിക്കുന്നതിനായി അതിൻ്റെ ചുമതലക്കാർ കണക്ക് കൂട്ടി പറയുന്നത്. അത് കണ്ടെത്തേണ്ടതുണ്ട്. അത് അർഹിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കേണ്ടതുണ്ട്. നല്ലവരായ സ്നേഹനിധികളായ എളിയവരോട് പക്ഷം ചേരുന്ന അനേകർ ജാതിമത വ്യത്യാസങ്ങൾ കൂടാതെ നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ട് നല്ലതിനെ തിരിച്ചറിയാനും സഹായിക്കാനും കഴിയുന്നവരാണ് അവരൊക്കെ. അവരുടെ വലിയ സഹായങ്ങൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയല്ല, ഉറച്ച വിശ്വാസമാണ്. 2008 വൈദികനായി തീർന്ന ഞാൻ 2008 മുതൽ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. 2022 ഒക്ടോബർ 22-ാം തീയതി എന്നെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ സഭയുടെ ഒരു റമ്പാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയുണ്ടായി. വളരെ വിനയത്തോടും അതിലധികം എളിമയോടും സന്തോഷത്തോടും കൂടെ ഒരു റമ്പാച്ചനായി അനേകർക്ക് അഭയമായി ആശ്വാസമായി തീരുവാൻ ഞാനും ശ്രമിക്കുകയാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ എന്നോട് കാണിക്കുന്ന വിശ്വസ്തത തിരികെ കൊടുക്കുവാൻ എനിക്ക് ആ അർത്ഥത്തിൽ സാധിക്കുന്നുണ്ടോ എന്നെനിക്ക് നിശ്ചയമില്ല. ഒരു പരിധിവരെ ഞാനൊരു പരാജയമാണ്. എന്നെ വിളിച്ചവൻ്റെ ചൊവ്വുള്ള ആ നല്ല പാതകളെ പിന്തുടരുവാൻ, ഇനിയും അനേകർക്ക് നന്മ ചെയ്യുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. ഞാൻ കാരുണ്യയുടെയോ വിശ്രാന്തിയുടെയോ അനുബന്ധമായ പ്രവർത്തനങ്ങളുടെയൊക്കെ പങ്കാളി എന്ന് പറയുമ്പോൾ ആ പ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന വൈദികരും ശമ്മാശന്മാരും സിസ്റ്റേഴ്സും നേഴ്സസും അതുപോലെയുള്ള ഭക്ഷണമൊരുക്കുന്നവരും വൃത്തിയാക്കുന്നവരും ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തകരും അതിനുവേണ്ടി സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുന്നവരുമുണ്ട്. ഇതിലെല്ലാം വലുതാണ് തങ്ങൾക്ക് ദൈവം നൽകിയ നല്ല ദാനത്തിൽ നിന്ന് നല്ല അംശത്തെ സന്തോഷപൂർവ്വം എൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നവർ. മാതൃദേവാലയമായ പന്തപ്ലാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വികാരിയായിരുന്ന പത്തനാപുരം മൗണ്ട് താബോർ ദേറ അംഗം വന്യ മീഖായേൽ എബ്രഹാം അച്ഛൻ്റെ ശുശ്രൂഷകളിൽ ആകൃഷ്ടനായാണ് ബാല്യകൗമാരങ്ങളിൽ ആത്മീയ ശുശ്രൂഷ വഴികളിലേക്ക് വന്യ തോമസ് ജോൺ റമ്പാച്ചൻ ആകൃഷ്ടനായത്. പട്ടാഴി പന്തപ്ലാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഒരു ആൾട്ടർ ബോയ് മാത്രമായിരുന്ന എന്നെ ഇന്ന് കാണുന്ന പ്രകാരം രൂപപ്പെടുത്തിയതിൽ ദൈവത്തിൻ്റെ അളവറ്റതായ കൃപയും കരുണയുമാണ് എന്നതിന് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മറ്റ് ആരോടെങ്കിലും ഞാൻ നന്ദി അറിയിക്കണമെങ്കിൽ അത് എൻ്റെ ഗുരുവും എൻ്റെ പിതാവുമായ അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്തായോടാണ്. അദ്ദേഹം വൈദികനായിരുന്നപ്പോൾ എന്നെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ശാസനകളും ഉപദേശങ്ങളും ശിക്ഷണങ്ങളും ഒക്കെയാണ് ഇന്ന് കാണുന്ന പ്രകാരം ഞാനായി തീർന്നത്. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിയായി തീരുവാനും വൈദിക ശുശ്രൂഷയിൽ ഒരു നല്ല വൈദികനായിരിക്കാനും എന്നെ അർഹമാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ കരങ്ങളും പ്രാർത്ഥനകളുമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെപ്പോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി
അദ്ദേഹം കൈപിടിച്ച് ഉയർത്തിയവരായി നിരവധി പേരുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. 1995 മുതൽ ഉള്ളൂർ സെയിൻറ് തോമസ് കാരുണ്യ ഗൈഡൻസ് സെന്റർ കേന്ദ്രമാക്കി ആത്മീയ ശുശ്രൂഷകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തുടരുകയാണ് വന്യ തോമസ് ജോൺ റമ്പാച്ചൻ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോൾ നിരണം ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിവന്യ യൂഹാനാൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി വൈദികനായിരുന്ന കാലത്ത് 20-ാം വയസ്സിൽ കൈപിടിച്ച് ഉള്ളൂർ സെന്റ് തോമസ് കാരുണ്യ ഗൈഡൻസ് സെന്ററിൽ എത്തിച്ച നാൾ മുതൽ വന്യ തോമസ് ജോൺ റമ്പാച്ചൻ കഴിഞ്ഞ 30 വർഷത്തോളമായി കാരുണ്യ വിശ്രാന്തി ഭവൻ കേന്ദ്രമാക്കിയും നിരവധി ജീവകാരുണ്യ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വരികയാണ്. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാരുണ്യ ഗൈഡൻസ് സെൻറ്റർ സൊസൈറ്റി, കാരുണ്യ വിശ്രാന്തി ഭവൻ, ഈ 2 സ്ഥാപനങ്ങളോട് ചേർന്നുള്ള ഏതാണ്ട് 21ഓളം ചെറുതും വലുതുമായ പ്രസ്ഥാനങ്ങളുണ്ട്. അത് മാരേജ് അസിസ്റ്റൻസ് ഫൗണ്ടേഷൻ, സിക്ക് എയ്ഡ് ഫൗണ്ടേഷൻ തുടങ്ങിയവ ഉൾപ്പെടെ അതിൻ്റെ കോർഡിനേറ്റർ കം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ നെയ്യാറ്റിൻകര ബാലഭവൻ, മിഷൻ സെൻറ്റർ ആൻഡ് അഭയഭവൻ എന്ന പേരിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അതിൻ്റെ ഡയറക്ടറാണ്. കറുകച്ചാൽ കരുണഗിരി MGD ആശ്രമത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. കല്ലൂപ്പാറ കടമാങ്കുളം സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ വികാരിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. SUT മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം അതിൻ്റെ എത്തിക്സ് കമ്മിറ്റിയിലെ ഒരംഗമായിരിക്കുന്നതും സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ അന്നമ്മ ജോൺ ദമ്പതികളുടെ അവർ സാധാരണ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തി അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. ഇന്ന് ഏതാണ്ട് 84 വയസ്സുള്ള എൻ്റെ പിതാവും 76 വയസ്സുള്ള എൻ്റെ മാതാവും, ഞങ്ങൾ 5 പേരിൽ 3 പേരാണ് ഇന്ന് അവശേഷിക്കുന്നത്. എനിക്കൊരു ജ്യേഷ്ഠനും അനുജനും. ജ്യേഷ്ഠൻ ഗുജറാത്തിൽ ജോലി ചെയ്യുന്നു, അനുജൻ ദുബായിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും 2 മക്കളും വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം പട്ടാഴിയിൽ ഉണ്ട്. ഞാനും ആഗ്രഹിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കുടുംബസ്ഥനായ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. ഞാൻ ഡിഗ്രി പൂർത്തീകരിച്ച് സെമിനാരിയിൽ പോയി ഒരു വൈദികനായി, ഒരു നല്ല വൈദികനായി, കുടുംബസ്ഥനായി ശുശ്രൂഷിക്കുന്നത് നല്ലതായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമായും സന്തോഷകരമായും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഒരു സന്യാസി വൈദികനായി, സന്യാസി വൈദികൻ എന്നതിനേക്കാൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകനായി, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായി, എളിയവർക്ക് എന്നാലാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഏൽപ്പിക്കുന്നത് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ജീവിതം ഏറെ സന്തോഷകരമായി ഞാൻ കാണും. നാം ഓരോരുത്തരും നമ്മെപ്പോലെ മറ്റുള്ളവരെ കരുതേണ്ടതും സ്നേഹിക്കേണ്ടതും ആവശ്യമാണല്ലോ. അത് സാധാരണ ജനമെങ്കിൽ അതിനേക്കാൾ ഉപരിയായി വൈദികരും വൈദിക സ്ഥാനത്ത് എത്തുന്നവരും അവരുടെ സന്തോഷവും അവൻ്റെ വേദനകളിൽ ആശ്വാസവുമായി തീരേണ്ടതാണ്. വൈദിക സ്ഥാനികൾക്ക്, പിതാക്കന്മാർക്ക് ഇന്ന് കൂടുതലായിട്ട് ആ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ വിശ്വാസവും. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാരും വൈദികരും നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തലത്തിൽ പങ്കാളികളാണ്. അത് നിരവധിയായി നടത്തുന്നവരും ഒന്നിലധികം നടത്തുന്നവരുമായി അനേകരുണ്ട്. അതിനെ സഹായിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരുമുണ്ട്. ആരും അറിയാതെ തങ്ങൾക്ക് ലഭിച്ചതിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന പിതാക്കന്മാരും വൈദികരുമുണ്ട്. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുകയാണ്. ദൈവത്തിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടട്ടെ. അനേകർക്ക് നന്മ ചെയ്യുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്യസ്ത ജീവിതത്തിൻ്റെയും പുരോഹിത ജീവിതത്തിൻ്റെയും നാൾ വഴികളിൽ ക്രിസ്തു സ്നേഹത്തിൽ, സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാരുണ്യ പ്രവൃത്തികളിലൂടെ
നിരാലംബരും ഒറ്റപ്പെട്ടവരും രോഗികളും ആശ്രയമറ്റവരുമായ അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തണലൊരുക്കി ക്രിസ്തു സ്നേഹത്തിൽ ജീവിതം തുടരുകയാണ് വന്യ തോമസ് ജോൺ റമ്പാച്ചൻ. അശരണർക്ക് ആലംബമേകി, വേദനിക്കുന്നവർക്ക് സ്വാന്തനമായി ക്രിസ്തു സ്നേഹത്തിൽ ക്രിസ്തുവിനോടൊപ്പം യാത്ര തുടരുകയാണ് വന്യ തോമസ് ജോൺ റമ്പാച്ചൻ. മലങ്കര ഓർത്തഡോക്സ് സഭ ഉള്ളൂർ സെയിൻറ് തോമസ് കാരുണ്യ ഗൈഡൻസ് സെന്റർ കോഓർഡിനേറ്റർ വെരി റവറൻഡ് ഫാദർ തോമസ് ജോൺ റമ്പാച്ചൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദൈവവിളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.